വെൽക്കം ടു ലക്ഷ്യാസ് ലേണിംഗ് യൂട്യൂബ് ചാനൽ. വരുന്ന LDC മെയിൻസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് നോക്കുന്നത്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ഈ സെഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഷീ സെഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഡാഷ് ഹെർ എ ഗോൾഡ് നെക്ലേസ്. ഷീ സെഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഡാഷ് ഹെർ എ ഗോൾഡ് നെക്ലേസ്. വിൽ ബൈ, വുഡ് ബൈ, ബൈസ്, ഈസ് ഗോയിങ് ടു ബൈ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇവിടെ സെറ്റ് ദാറ്റ്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. 1 സെറ്റ് ദാറ്റ്, 2 ടോൾഡ്, 3 ആസ്ക്ഡ്. സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടൻ കിടക്കുകയാണെങ്കിൽ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആദ്യം കിടക്കുന്നതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടൻ സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ്. ഏതൊക്കെയാണ്? സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബുകൾ കിടപ്പുണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ഇത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ ചോദിക്കുമ്പോൾ പലരും തിരിച്ചറിയാറില്ല. എന്നാൽ സബ്ജക്റ്റ് കഴിഞ്ഞ് സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ വാക്കുകൾ, പ്രയോഗങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബുകൾ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിംഗ് വെർബിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബ്സ് സെൻറ്റൻസിലുണ്ടെങ്കിൽ തുടർന്ന് നേരെ ഓപ്ഷനിൽ പോവുക. അവിടെ V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS, V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS കിടപ്പുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ക്ലിയർ? V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ, ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അതിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ? അപ്പോൾ സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടൻ കിടപ്പുണ്ടെങ്കിൽ പിന്നെ സെൻറ്റൻസിൽ എഴുതേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നേരെ നിങ്ങൾ ഓപ്ഷനിൽ പോവുക. V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS, റൈറ്റ്, റൈറ്റ്സ്, സ്പീക്ക്, സ്പീക്സ്, ടേക്ക്, ടേക്സ് തുടങ്ങിയ V1 വെർബിനൊപ്പം SORS കിടപ്പുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ വിൽ, ഷാൽ, ക്യാൻ, മേ. ഏതൊക്കെയാണ്? വിൽ, ഷാൽ, ക്യാൻ, മേ തുടങ്ങിയ ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബുകൾ ഉണ്ടെങ്കിൽ നേരെ ഓപ്ഷനിൽ പോവുക. V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS ക്യാൻസൽ ചെയ്ത് കളയുക. ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുക. വിൽ, ഷാൽ, ക്യാൻ, മേ ക്യാൻസൽ ചെയ്ത് കളയുക. ഇവിടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ വിൽ, ബൈ എന്ന് കിടപ്പുണ്ട്. വിൽ, ഷാൽ, വില്ലല്ല, വില്ലോ, ഷാലോ, ക്യാനോ, മേയോ ഉണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എ ഓപ്ഷൻ പോയി. വുഡ്, ബൈ, വുഡ് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അതോടെ കിടന്നോട്ടെ. ദെൻ ബൈസ്, ബൈസ് എന്ന് പറയുന്നത് എന്താണ്? V1 അല്ലെങ്കിൽ വെർബിനൊപ്പം SORS ചേർന്ന് വരുന്ന ഫോം. ബൈ ആണെങ്കിൽ V1, ബൈസ് ആണെങ്കിൽ അതിനോടൊപ്പം SORS വരുന്ന ഫോം. ഏതായാലും അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ V1 എഴുതാൻ പാടില്ല, അതിനോടൊപ്പം SORS വരുന്ന ഫോം എഴുതാൻ പാടില്ല, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഈസ്, ആം, ആർ ക്യാൻസൽ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ഇവിടെ ഈസ് എന്ന് കിടപ്പുണ്ട്, അതും ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ ആണ്? അപ്പോൾ വിൽ, ഷാൽ, ക്യാൻ, മേ കളയാം. V1 വെർബിനൊപ്പം SORS കളയാം. ഈസ്, ആം, ആർ കളയാം. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പിന്നെ ഒരൊറ്റ ഓപ്ഷൻ ബാക്കി വരും, അത് വുഡ്, ബൈ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഷീ സെഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് വുഡ് ബൈ ഹെർ എ ഗോൾഡ് നെക്ലസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വിൽ, ഷാൽ, ക്യാൻ, മേ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒന്നും ക്യാൻസൽ ചെയ്ത് കളയാൻ പാടില്ല. ക്ലിയർ ആണ്? അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. സെറ്റ് ദാറ്റ്, ടോൾഡ്, ആസ്ക്ഡ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് വെർബുകൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഉടൻ വരികയാണെങ്കിൽ നേരെ ഓപ്ഷനിൽ പോവുക. V1 വെർബിനൊപ്പം SORS കളയുക. ഈസ്, ആം, ആർ കളയുക. വിൽ, ഷാൽ, ക്യാൻ, മേ ഒഴിവാക്കുക. ഇതൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ അവിടെ പെൻഡിങ് വരുന്നത് ആണ് നമ്മൾ ആൻസർ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റൊക്കെ അവിടെ ആൻസറായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അത് നോക്കണമെന്നില്ല, പെൻഡിങ് വരുന്നതിന് ആൻസറായിട്ട് എടുക്കാം. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഐ പ്രിഫർ കോൾഡ് വാട്ടർ ഡാഷ് ടീ. ഐ പ്രിഫർ കോൾഡ് വാട്ടർ ഡാഷ് ടീ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിഫർ, റെഫർ തുടങ്ങിയ വാക്കുകൾക്ക് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അവിടെ ദാൻ അല്ല. പലപ്പോഴും പലരും പ്രിഫർ കഴിഞ്ഞിട്ട് ഐ പ്രിഫർ കോൾഡ് വാട്ടർ ദാൻ ടീ എന്നൊക്കെ എഴുതാറുണ്ട്. എന്നാൽ കാണാതെ പഠിച്ചു വെച്ചേക്കുക. പ്രിഫർ ടു, റെഫർ ടു ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. പ്രിഫർ ടു, റെഫർ ടു. അപ്പോൾ പ്രിഫർ കഴിഞ്ഞാൽ ടു എഴുതുക, റെഫർ കഴിഞ്ഞാൽ ടു എഴുതുക. അതുപോലെ 2-3 വാക്കുകളൂടി. ഡ്യൂ ടു, ട്രൂ ടു, ഡ്യൂ ടു, ട്രൂ ടു. അപ്പോൾ പ്രിഫർ ടു, റെഫർ ടു, ഡ്യൂ ടു, ട്രൂ ടു. ദെൻ ആൻറ്റീരിയർ ടു,
പോസ്റ്റീരിയർ ടു. ഇത്രയും തൽക്കാലം ഓർത്ത് വെച്ചേക്കുക. പ്രിഫറാണ് സ്ഥിരം PSC ചോദിക്കുന്നത്. അപ്പോൾ പ്രിഫർ എന്നുള്ള വാക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. പ്രിഫറിന് ശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. അപ്പോൾ ഇവിടെ പലർക്കും ദാൻ എഴുതാൻ തോന്നും, എന്നാൽ ടു ആണ് കറക്റ്റ് ആൻസർ. ഐ പ്രിഫർ കോൾഡ് വാട്ടർ ടു ടീ. പ്രിഫർ ടു, റെഫർ ടു, ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു, ഡ്യൂ ടു, ട്രൂ ടു. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് യു ടേക്ക് റെസ്റ്റ് യുവർ ഹെൽത്ത് ഡാഷ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും, അത് ആരംഭത്തിൽ തന്നെ ആകണമെന്നില്ല, സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും ഇഫ് എന്ന പ്രയോഗം കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാകാം, സെൻറ്റൻസിൻ്റെ മധ്യത്തിലാകാം, സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഇഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് ഇവിടെ ടേക്ക് എന്നാണ് കിടക്കുന്നത്. ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ, ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്തൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ, ഷാൽ, ക്യാൻ, മേ. ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസിനകത്ത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഇഫ് ക്ലോസിനകത്ത് ആകെ 3 റൂൾസേ പഠിക്കാനുള്ളൂ, പ്രധാനപ്പെട്ട റൂൾസ് 3 പഠിക്കാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫ് ക്ലോസിനകത്ത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ വിൽ, ഷാൽ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്ന്, എല്ലാം കൂടെ ആൻസർ ആയിട്ട് വരത്തില്ല, വിൽ, ഷാൽ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് V1 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ സാറിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1 ആണ് ആൻസർ. ഇനി പലർക്കും ഇഫ് ക്ലോസിൻ്റെ സെൻറ്റൻസ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണോ അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻറ്റൻസിനകത്ത് എവിടെയെങ്കിലും V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ എസ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഈസ് എന്നോ, ആമെന്നോ, ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഡു എന്നോ, ഡസ് എന്നോ കിടപ്പുണ്ടെങ്കിൽ അതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഹാസ് എന്നോ, ഹാവ് എന്നോ കിടപ്പുണ്ടെങ്കിൽ അതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ അല്ലെന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെന്റൻസിനകത്ത് എവിടെയെങ്കിലും V1 അല്ലെങ്കിൽ വെർബിന് എസ് ഓർ എസ് കിടപ്പുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ്, ഈസ് എന്നോ, ആമെന്നോ, ആറെന്നോ കിടപ്പുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ്, ഡു, ഡസ് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, ഹാസ് എന്നോ, ഹാവ് എന്നോ കിടന്നാൽ അതും സിമ്പിൾ പ്രസന്റ്. അങ്ങനെ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇഫ് ക്ലോസിന്റെ സെന്റൻസിനകത്ത് ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ വിൽ, ഷാൽ, ക്യാൻ, മേ, നേരെ ഓപ്ഷനിൽ പോവുക. വിൽ, ഷാൽ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് V1 ആണ് ആൻസർ. പ്ലസ് V1, ഈ V1 മറക്കരുത്. അല്ലെങ്കിലും വിൽ, ഷാൽ, ക്യാൻ, മേയോടൊപ്പം എപ്പോഴും V1 ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് V1 ഓർത്ത് വെച്ചേക്കുക. നേരെ ഓപ്ഷനിൽ പോവുക. വിൽ, ഷാൽ, ക്യാൻ, മേ ആണ് എഴുതേണ്ടത്. വുഡ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എയും സിയും ഡിക്കകത്ത് വുഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് 3 ക്യാൻസലായി, പിന്നെ ഒന്നും നോക്കാനില്ല. B ആണ് ആൻസർ. അപ്പോൾ ഇഫ് യു ടേക്ക് റെസ്റ്റ് യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ് ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ ടേക്കിന് പകരം ടുക്കായിരുന്നു, പാസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെഴുതാമായിരുന്നു, യുവർ ഹെൽത്ത് വുഡ് ഇംപ്രൂവ് എന്ന് എഴുതാമായിരുന്നു. ക്ലിയർ. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇഫ് ക്ലോസിനകത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹൗ ഡു യു ഡാഷ് യുവർ ന്യൂ നെയ്ബർ? 4 ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ ഇതിൽ ഫ്രേസിൽ അവർ തരുന്ന ഓപ്ഷൻസ് അല്ല. ഗെറ്റ് അറൗണ്ട്, ഗെറ്റ് ബൈ, ഗെറ്റ് ഓൺ വിത്ത്, ഗെറ്റ് ത്രൂ എന്നൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഹൗ ഡു യു ഗെറ്റ് ഓൺ വിത്ത് യുവർ ന്യൂ നെയ്ബർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഹൗ ഡു യു ഗെറ്റ് ഓൺ വിത്ത് യുവർ ന്യൂ നെയ്ബർ. ഗെറ്റ് ഓൺ വിത്ത് എന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു സൗഹാർദ്ദപരമായ ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഗെറ്റ് ഓൺ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പഠിച്ചാലും മതി. ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്, ഗെറ്റ് ഓൺ വിത്ത് എന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ നെയ്ബർ എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഹൗ ഡു യു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ നെയ്ബർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റ് 3 വാക്കുകളുണ്ട് അല്ലെങ്കിൽ ഫ്രേസൽ വെർബുകളുണ്ട്. ഗെറ്റ് അറൗണ്ട്, ഗെറ്റ് ബൈ, ഗെറ്റ് ത്രൂ. ഗെറ്റ് ബൈ എന്ന് വെച്ചാൽ ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി എന്നാണ് അർത്ഥം. ഗെറ്റ് ബൈ മീൻസ് ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി. ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി എന്നാണ് ഗെറ്റ് ബൈയുടെ അർത്ഥം. ഇനി ഗെറ്റ് അറൗണ്ട് എന്നാണെങ്കിൽ പെർസ്വേഡ് എന്നാണ് അർത്ഥം. പെർസ്വേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അനുനയിപ്പിക്കുക എന്നാണ്. നമ്മൾ മറ്റൊരാളുടെ ഒരു കാര്യം പെർസ്യൂഡ് ചെയ്യിപ്പിച്ചാൽ വെച്ചാൽ അത് പറഞ്ഞ് അനുനയിപ്പിച്ച് ചെയ്യിച്ചു അല്ലെങ്കിൽ അനുനയിപ്പിച്ചു എന്നൊക്കെ അർത്ഥം വരുന്ന മീനിങ് ആണ് പെർസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസ്വേഡ് എന്ന് വെച്ചാൽ ഗെറ്റ് അറൗണ്ട് മീൻസ് പെർസ്വേഡ്, അനുനയിപ്പിക്കുക എന്നാണ്. ഗെറ്റ് ബൈ ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി, ദെൻ ഗെറ്റ് അറൗണ്ട് പെർസ്വേഡ് ടു പെർസ്വേഡ് സമ്മൺ, മറ്റൊരാളെ പറഞ്ഞ് അനുനയിപ്പിക്കുക. ഗെറ്റ് ഓൺ വിത്ത് മീൻസ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സമ്മൺ. ഇപ്പോൾ ഇവിടെ നെയ്ബർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, മേ ബി സമ്മൺ വിത്ത് യുവർ ഫ്രണ്ട്സ് ആയിരിക്കാം.
റിലേറ്റീവ്സ് ആയിരിക്കാം, നെയ്ബേഴ്സ് ആയിരിക്കാം. ദെൻ ഗെറ്റ് ത്രൂ മീൻസ് ഇപ്പോൾ ഐ ഗോട്ട് ത്രൂ ദി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഐ ഗോട്ട് ത്രൂ ദി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിലൂടെ ഞാൻ വളരെ ബുദ്ധിമുട്ടോടുകൂടി കടന്നു പോയി എന്നാണ് അർത്ഥം. ടു പാസ് എ ടെസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരീക്ഷിച്ച ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഗെറ്റ് ത്രൂ, നിങ്ങളത് കടന്നു വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ സം ഹൗ ഗോട്ട് ത്രൂ ദി എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു ജോലിയിലേക്ക് എത്തിയാൽ നമുക്ക് എന്ത് പറയാം അവിടെ? ഐ ഗോട്ട് ത്രൂ ദി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ടു പാസ് സംതിങ് വിത്ത് എന്താണ് ടെസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഒരു നമ്മളൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയി എന്ന് പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ പരീക്ഷണ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്ന് പുറത്ത് വന്നു, അതിനെയാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഫ്രേസുകളാണ് പഠിച്ചത്. ഗെറ്റ് ബൈ, ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേപോലെയൊക്കെ മീനിങ് വരുന്ന 2 വാക്കുകളാണ്, ഗെറ്റ് ബൈയും ഗെറ്റ് ത്രൂവും. ഓക്കെ, അപ്പോൾ ടു മാനേജ് വിത്ത് ഡിഫിക്കൽട്ടി. ഗെറ്റ് അറൗണ്ട് മീൻസ് പെർസ്വേഡ് ചെയ്യുക, മറ്റൊരാളെ പറഞ്ഞ് അനുനയിപ്പിക്കുക. ഗെറ്റ് ഓൺ വിത്ത് മീൻസ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്. ഇവിടെ ഹൗ ഡു യു ഗെറ്റ് ഓൺ വിത്ത് യുവർ നെയ്ബർ, നിങ്ങളുടെ പുതിയ നെയ്ബറായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നതെന്നാണ് അർത്ഥം. ദെൻ ഗെറ്റ് ത്രൂ, അവിടെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് ഡിഫിക്കൽട്ടി ഒന്നും എഴുതാനിവിടെ പറ്റത്തില്ല. കാരണം നെയ്ബറായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന സെൻറ്റൻസിനകത്ത് സൂചനയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ സൂചന ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ ഒന്ന് ഗസ് ചെയ്ത് എഴുതാൻ പാടില്ല. അവിടെ ആപ്റ്റായിട്ട് വരുന്ന ഏതാണ്? ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പാണ്. ഗെറ്റ് ത്രൂ മീൻസ് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നിങ്ങൾ പീരീഡിലൂടെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നതിനാണ് ഗെറ്റ് ത്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഇട്ടും എക്സാമിന് ചോദിക്കാം. ഗെറ്റിൻ്റെ പാസ്റ്റ് ഗോട്ട് എന്നാണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഗെറ്റ് ത്രൂവിന് വരാം, ചിലപ്പോൾ ഓപ്ഷൻ അത് ഗോട്ട് ത്രൂ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 5. സ്റ്റാറ്റ്യൂട്ടറി മീൻസ്, സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ, അബൌട്ട് സ്റ്റാറ്റ്യൂട്ട്സ്, പെർട്ടൈനിങ് ടു സ്റ്റേഷനറി, നൺ ഓഫ് ദി അബോവ്. ശ്രദ്ധിക്കുക, സ്റ്റാറ്റ്യൂട്ടറി മീൻസ് സംതിങ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ. നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു വസ്തുതയാണ് സ്റ്റാറ്റ്യൂട്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കിൻ്റെ അർത്ഥം കാണാൻ വെച്ചേക്കുക, ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ എന്നാണ്. നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഈ മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്, ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ബോഡീസ് ആണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല, പാർലമെൻറ്റ് മറ്റൊരു സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ലോ, മറ്റൊരു ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്ന് പാസ്സാക്കി ഒരു ബോഡിയെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ തുടങ്ങുന്ന ബോഡീസാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണറി ബോഡിയാണ്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നാഷണൽ വിമൻസ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അത് ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ എ സ്പെസിഫിക് ലോ ആണ്. മറ്റൊരു ലോ, നിയമം കൊണ്ടുവന്ന് പാസ്സാക്കി പ്രാബല്യത്തിൽ വന്ന ബോഡീസാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ വിമൻസ് കമ്മീഷനും ഒക്കെ. ഇനി നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് പോലത്തെ ബോഡീസ്, പ്രത്യേകിച്ച് ഒരു നിയമമൊന്നും കൊണ്ടുവന്നിട്ടല്ല, ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബോഡിയാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്ക് അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താം, ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ മറ്റൊരു വാക്കാണ് സ്റ്റാറ്റസ്കോ. പലതവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ. സ്റ്റാറ്റസ്കോ എന്ന് വെച്ചാൽ ടു മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, എന്നാണ് അർത്ഥം. ടു മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നിലവിൽ എങ്ങനെയാണോ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? സ്റ്റാറ്റസ്കോ എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ടു മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് ഫിക്സ്ഡ് ഓർ കൺട്രോൾഡ് ബൈ ലോ. ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 6. ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് കോൺഫിഡൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷണൽ, ഡിഫിഡൻറ്റ്, പബ്ലിക്, സീക്രട്ട് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കോൺഫിഡൻറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഡിഫിഡൻറ്റ് എന്നാണ്. ഡിഫിഡൻറ്റ് എന്നാണ്. മറ്റു കുറച്ച് വാക്കുകളോട് നോക്കാം. ഒന്ന് കമ്പൾസറി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വോളണ്ടറി എന്നാണ്. വോളണ്ടറി. ഇനി വോളണ്ടറി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ എന്ന് എഴുതാം. അപ്പോൾ കമ്പൾസറി, വോളണ്ടറി അല്ലെങ്കിൽ ഓപ്ഷണൽ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില സബ്ജക്ട്സ് നമുക്ക് കമ്പൾസറി ആയിട്ട് പഠിച്ചു, ലാംഗ്വേജസ് ഒക്കെ ചിലത് കമ്പൾസറി ആയിട്ട് പഠിച്ചേ പറ്റും. എന്നാൽ ചില സെമസ്റ്റർ, 3rd 4th സെമസ്റ്റർ അല്ലെങ്കിൽ 5th സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ അവിടെ ഓപ്ഷണൽ സബ്ജക്ട്സ് കാണും. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ത് ചെയ്യാം? കമ്പൾസറി അല്ല, നിങ്ങൾക്ക് ഓപ്ഷണൽസ് കാണും. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാം. അതിനാണ് ഓപ്ഷണൽ എന്ന് പറയുന്നത്. എന്നാൽ നിർബന്ധമായും പഠിക്കേണ്ടതാണെങ്കിൽ അത് കമ്പൾസറി സബ്ജക്ട്സ് ആണ്. അപ്പോൾ കമ്പൾസറിയുടെ ഓപ്പോസിറ്റ് വോളണ്ടറി എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്ഷണൽ എന്ന് പറയാം. ദെൻ
ക്ലംസി പലതവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലംസി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഗ്രേസ്ഫുൾ എന്നാണ്. ക്ലംസി, ഗ്രേസ്ഫുൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. കമ്പൾസറി, വോളണ്ടറി അല്ലെങ്കിൽ ഓപ്ഷണൽ. ക്ലംസി, ഗ്രേസ്ഫുൾ. ക്ലംസി, ഗ്രേസ്ഫുൾ എന്നാണ്. അസംബിൾ, അസംബിൾ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്പേഴ്സ് എന്നാണ്. അസംബിൾ ചെയ്യുക, കൂട്ടിച്ചേർക്കുക, ഡിസ്പേഴ്സ് ചെയ്യുക, പിരിച്ചുവിടുക. അപ്പോൾ സ്കൂളിലേക്ക് അസംബ്ലി ഡിസ്പേഴ്സ്ഡ് എന്ന് പറയാറുണ്ട്. അസംബിൾ ചെയ്തിരിക്കുന്ന എല്ലാവരും പിരിഞ്ഞു പോകുക. അസംബ്ലി, ഡിസ്പേഴ്സ്. അപ്പോൾ 3 വാക്കുകൾ ഓർക്കുക. കമ്പൾസറി, വോളണ്ടറി അല്ലെങ്കിൽ ഓപ്ഷണൽ. ക്ലംസി, ഗ്രേസ്ഫുൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലംസി, ഗ്രേസ്ഫുൾ, അസംബിൾ, ഡിസ്പേഴ്സ്, കോൺഫിഡൻറ്റ്, ഡിഫിഡൻറ്റ്. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7. ദി സിക്ക് പേഴ്സൺ ഡാഷ് ഓൺ ദി ബെഞ്ച്. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലേ, ലെയ്ഡ്, ലൈ, ലെയിൻ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വ്യക്തമായി ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് 3 വാക്കുകളുടെ പഠിക്കാനുണ്ട്. ഒന്ന് ലൈ, മറ്റൊന്ന് ലൈ തന്നെയാണ്, മൂന്നാമത്തെ വാക്ക് ലേ. ക്ലിയർ. അപ്പോൾ ഇതെല്ലാം V1 ആണ്. ഇതെല്ലാം V1 ആണ്. നമുക്കതിൻ്റെ V2, V3 ഒക്കെ നോക്കാം. ക്ലിയർ. ആദ്യത്തെ ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കള്ളം എന്നാണ്. കള്ളം പറയുക. ലൈ ചെയ്യുക എന്ന് വെച്ചാൽ കള്ളം പറയുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൈഡ്, ലൈഡ് എന്ന് തന്നെയാണ്. ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് ലൈ എന്താണ്? കള്ളം പറയുക എന്ന അർത്ഥത്തിൽ. ലൈ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്, കള്ളം പറയുക. ഹി ലൈഡ് ടു മീ എന്ന് വെച്ചാൽ അവൻ എന്നോട് കള്ളം പറഞ്ഞു. ഷീ ലൈഡ് ടു ഹെർ എന്ന് വെച്ചാൽ അവൾ മറ്റൊരാളോട് കള്ളം പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ലൈ, ലൈഡ്, ലൈഡ് കാണാൻ പിടിച്ചേക്കുക. കള്ളം പറഞ്ഞു എന്ന അർത്ഥത്തിൽ ലൈ, ലൈഡ്, ലൈഡ് ആണ് V1, V2, V3. ഇനി ഈ ലൈക്ക്, ഇതേ ലൈ സ്പെല്ലിംഗ് സെയിം തന്നെയാണ്. മറ്റൊരർത്ഥമുണ്ട്, കിടക്കുക എന്നൊരർത്ഥമുണ്ട്. ലൈക്ക് കിടക്കുക എന്നൊരർത്ഥമുണ്ട്. അർത്ഥം മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ V1, V2, V3 അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. കാരണം സെൻറ്റൻസിനകത്ത് V1 ആണോ V2 ആണോ V3 ആണോ ഉപയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. LI ലൈ എന്ന് വെച്ചാൽ 1 കള്ളം പറയുക, 2 കിടക്കുക. അപ്പോൾ പലർക്കും ഡൗട്ട്, ഒരേ സ്പെല്ലിംഗ് അല്ലേ, സെൻറ്റൻസിനകത്ത് എങ്ങനെ തിരിച്ചറിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ അത് മറ്റൊരാളോട് കള്ളം പറഞ്ഞതാണോ അതോ വിശ്രമിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കിടന്നതാണോ എന്നുള്ളതൊക്കെ സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ കള്ളം പറഞ്ഞു എന്ന അർത്ഥത്തിലാണോ ലൈ ഉപയോഗിക്കേണ്ടത് അതോ കിടക്കുക എന്ന അർത്ഥത്തിലാണോ ലൈ ഉപയോഗിക്കേണ്ടതെന്ന് അവിടെ മനസ്സിലാവും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ദ സിക്ക് പേഴ്സൺ ഡാഷ് ഓൺ ദി ബെഞ്ച്, അവിടെ ഓൺ ദി ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കള്ളം പറഞ്ഞു എന്നൊരർത്ഥം അവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ കിടക്കുക എന്ന അർത്ഥമാണ് വരേണ്ടത്. ക്ലിയർ ആണ്. ഇനി ഈ കിടക്കുക എന്ന അർത്ഥത്തിൽ ലൈ എഴുതുമ്പോൾ V1, V2, V3യിൽ ചെറിയ വ്യത്യാസമുണ്ട്. കള്ളം പറയുകയാണെങ്കിൽ ലൈ, ലൈഡ്, ലൈഡായിരുന്നു. എന്നാൽ കിടക്കുക എന്ന അർത്ഥത്തിൽ ലൈ V1, ലേ V2, ലെയിൻ V3. ക്ലിയർ. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ഇവിടെ വേറൊരു ലേ കിടപ്പുണ്ട്. ഇതിൻ്റെ V2ഉം ലേ തന്നെയാണ്. അപ്പോൾ കിടക്കുക എന്ന അർത്ഥത്തിൽ അതെല്ലാം നിങ്ങൾക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കുമ്പോൾ ഇതെഴുതണോ ഇവിടെ ഈ ലേ എഴുതണമൊക്കെ ഡൗട്ടുള്ളത് മാറും. അതുകൊണ്ട് സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ലൈ V1, ലേ V2, ലെയിൻ V3. അപ്പോൾ ലൈ എന്ന് തുടങ്ങുന്ന 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. ലൈ എന്ന അർത്ഥം വ്യത്യസ്ത അർത്ഥത്തിൽ നമ്മൾ പഠിച്ചു. ഒന്ന് കള്ളം പറയുക എന്ന അർത്ഥത്തിൽ പഠിച്ചു. V1, V2, V3 എങ്ങനെയാണ്? ലൈ, ലൈഡ്, ലൈഡ്. 2 കിടക്കുക എന്ന അർത്ഥത്തിൽ ലൈ എന്ന് എഴുതാം. V1, V2, V3 എങ്ങനെയാണ്? ലൈ V1, ഇനി കിടന്നു കഴിഞ്ഞു, ഓൾറെഡി പാസ്റ്റ് ആണെങ്കിൽ ലേ എന്ന് എഴുതാം. ഇനി ഹാസോ, ഹാവോ, ഹാഡിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ലെയിൻ എന്ന് എഴുതാം. ലൈ, ലേ, ലെയിൻ. ക്ലിയർ ആണ്. ഇനി LAY ലേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇടുക എന്നാണ്. ക്ലിയർ. ഇടുക എന്നാണ്. അവിടെ V1, V2, V3 എന്താണെന്ന് വെച്ചാൽ ലേ V1, ലെയ്ഡ് V2, ലെയ്ഡ് തന്നെയാണ് V3. അപ്പോൾ 1ഉം 3ഉം അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ്. V1, V2, V3 സെയിം ആണ്. ക്ലിയർ. ഇവിടെ ലൈ, ലൈഡ്, ലൈഡ്. ഇവിടെ ലേ, ലെയ്ഡ്, ലെയ്ഡ്. ഒരേപോലെയാണ് V1, V2, V3 പോകുന്നത്. എന്നാൽ രണ്ടാമത്തെ ലൈ കിടക്കുക എന്ന അർത്ഥം വരുമ്പോൾ മാത്രം നിങ്ങൾ സെൻറ്റൻസിൽ ഓപ്ഷനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിടക്കുക എന്ന അർത്ഥം വരുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ കിടന്നു കഴിഞ്ഞതിനെ ലൈഡ് എന്ന് എഴുതാൻ പാടില്ല. കാരണം അത് കള്ളം പറഞ്ഞു എന്നായി പോവും. പാസ്റ്റ് ആണെങ്കിൽ ലേ എന്ന് എഴുതുക. ഇനി V3 ആണെങ്കിൽ ലെയിൻ എന്ന് എഴുതുക. ക്ലിയർ. ഇനി ഇവിടെ ഇടുക എന്നർത്ഥം നമുക്ക് പലപ്പോഴും PSC ചോദിച്ചതാണ്. ഹെൻസ് ഡാഷ് എക്സ്, ഹെൻസ് ഡാഷ് എക്സ്. ഓപ്ഷനകത്ത് ലേ, ലെയ്ഡ്, ലൈ, ലെയിൻ അങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ ഹെൻസ് ലേ എക്സ് ആണ്. ക്ലിയർ. അവിടെ ലെയിൻ, ലെയ്ഡും കൂടെ ചിലപ്പോഴേ ഓപ്ഷനിൽ തരാറുള്ളൂ. അപ്പോൾ ഹെൻസ് ലേ എക്സ് ആണ്. ക്ലിയർ. ഹെൻസ് ലേ എക്സ്. കാരണം എന്താ? ലേ എന്ന് വെച്ചാൽ ഇടുക എന്ന അർത്ഥത്തിലാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലേയും അർത്ഥം അതല്ലേ? ആണ്. അർത്ഥം വ്യത്യാസമുണ്ട്. ഇവിടെ V2 അർത്ഥം വ്യത്യാസമുണ്ട്. പക്ഷേ സെൻറ്റൻസിനകത്ത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അത് തന്നെ എഴുതിയാൽ മതി. ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ ഹെൻസ് ലേ എക്സ്.
ക്ലിയർ. 2 ലേ ഓപ്ഷൻ തരത്തിലുള്ള ഓരോ ലേയിലെ ഓപ്ഷനിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതാണോ അവിടെ സ്യൂട്ടാവുന്ന ലേ ആണെങ്കിൽ അതെടുത്തങ്ങ് എഴുതിയിരുന്നോ, അതിവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ സിക്ക് പേഴ്സൺ ഡാഷ് ഓൺ ദി ബെഞ്ച്. വയ്യാത്ത ഒരാൾ ബെഞ്ചിൽ കിടന്നു എന്നർത്ഥം വരാനാണ് ഇവിടെ ചാൻസ് കൂടുതൽ. കള്ളം പറഞ്ഞു എന്നും ഇവിടെ ഇടുക എന്നർത്ഥം, വയ്യാത്ത ഒരാളുടെ അടുത്ത് ബെഞ്ചിൽ ഇടുകയൊന്നുമില്ലല്ലോ. അപ്പോൾ കിടന്നു എന്നാണ് അർത്ഥം വരുന്നത്. കിടന്നു എന്നർത്ഥം വരുമ്പോൾ നമുക്കിനി 3 ആൻസറാണുള്ളത്. ലൈ, ലേ, ലെയിൻ എന്നാണ് ആൻസർ. ക്ലിയർ ആണ്. ലെയിൻ അവിടെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, കാരണം ലെയിൻ V3 ആണ്. ഈ ലെയിനിന് മുമ്പ് ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെയിൻ എഴുതാം, V3 ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹാസോ ഹാവോ ഹാഡിൻ്റെ കൂടെ മാത്രമേ V3 ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ലെയിൻ അവിടെ കളയാം. ക്ലിയർ ആണ്, ലെയിൻ അവിടെ കളയാം. ഇനി ലെയ്ഡും കളയാം. കാരണം എന്താണ്, ഈ ലെയ്ഡ് എന്ന് പറയുന്നത് ഇടുക എന്ന അർത്ഥം, അതിൻ്റെ പാസ്റ്റാണ് ലെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കളയാം. ഇനി ലൈയും ഉണ്ട്, ലേയും ഉണ്ട്. ലൈ എന്ന് വെച്ചാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് കള്ളം പറയുക, ഒന്ന് കിടക്കുക. കള്ളം പറയുക എന്തായാലും ഇവിടെ വരത്തില്ല, പക്ഷെ കിടക്കുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നുകിൽ ലൈ വരാം, അല്ലെങ്കിൽ ലേ വരാം. ലേ എന്തുകൊണ്ട് വരാം? ഇവിടെ ഇടുക എന്ന അർത്ഥത്തിലല്ല ലേ വരുന്നത്, ലൈയുടെ പാസ്റ്റ് കിടന്നു കഴിഞ്ഞു, കിടക്കുക എന്ന അർത്ഥത്തിലാണ് ലേ വരുന്നത്. അപ്പോൾ ലൈ അല്ലെങ്കിൽ ലേ വരാം. ഇവിടെ ഏത് വരും? വയ്യാത്തൊരാൾ, അസുഖമുള്ള ഒരാൾ ബെഞ്ചിൽ കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബെഞ്ചിൽ കിടന്നെങ്കിൽ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ബെഞ്ചിൽ കിടക്കാൻ പോകുന്നു എന്ന സൂചനയും അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അവിടെ പറയുന്നത്. ചെയ്ത് കഴിഞ്ഞ കാര്യമാകുമ്പോൾ എന്തായിരിക്കണം? അത് പാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ കിടന്നു അല്ലെങ്കിൽ കിടക്കുക, അതിൻ്റെ പാസ്റ്റ് എന്താണ്? ലൈയുടെ പാസ്റ്റ് ലേ ആണ്. അപ്പോൾ ദ സിക്ക് പേഴ്സൺ ലേ ഓൺ ദി ബെഞ്ചാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വ്യത്യാസം കൃത്യമായിട്ട് പഠിക്കുക. ലൈ 2 അർത്ഥം വരും. ഒന്ന് ലൈ, ലൈഡ് കള്ളം പറയുക എന്നർത്ഥം. 2 കിടക്കുക എന്നർത്ഥം. ലൈ, ലേ, ലെയിൻ. ക്ലിയർ ആണ്. അത് സെൻറ്റൻസ് വായിച്ചു പോയിട്ട് കള്ളം പറയുന്നതാണോ കിടക്കുകയാണെന്നുള്ള അർത്ഥം നിങ്ങൾ തന്നെ എടുത്താൽ മതി. ഇവിടെ ബെഞ്ചെന്ന് കണ്ടുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇതിനെയും കളയാം, ലൈഡനെയൊക്കെ കളയാം. അത് കിടക്കുക എന്നുള്ള അർത്ഥം എടുക്കണ്ട. ദെൻ ലേ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. ഹെൻസ് ലേ എക്സ്, മുട്ട ഇടുക എന്നുള്ള അർത്ഥത്തിലാണ് ലേ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഇവിടെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ലൈ, ലേ, ലെയിനിൽ ഒരു ആൻസർ ഇവിടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ലെയിൻ V3 ആണ്. ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിലേ അത് എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് അത് ഒഴിവാക്കാം. ലൈ അല്ലെങ്കിൽ ലേ എഴുതാം. ലൈ V1, ലേ V2. ഇവിടെ ഓൾറെഡി ബെഞ്ചിൽ കിടന്നു എന്ന അർത്ഥം വന്നുകൊണ്ട് പാസ്റ്റ് എഴുതുക, ലേ എഴുതുക. ഇനി സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ലൈ എഴുതാം. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8, ഐ ഡാഷ് ഫോർ ദി ലാസ്റ്റ് 2 വീക്സ്. ഐ ഡാഷ് ഫോർ ദി ലാസ്റ്റ് 2 വീക്സ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് കഴിഞ്ഞിട്ട്, ഡാഷ് കഴിഞ്ഞിട്ട് സിൻസോ ഫോറോ വരികയാണെങ്കിൽ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു ഡാഷ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് കഴിഞ്ഞിട്ട് സിൻസോ ഫോറോ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. കാണാൻ പിടിച്ച് വെച്ചേക്കുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു ഡാഷ് കഴിഞ്ഞ് അല്ലെങ്കിൽ ബ്ലാങ്ക് കഴിഞ്ഞ് സിൻസെന്നോ ഫോറെന്നോ കിടപ്പുണ്ടെങ്കിൽ, സിൻസെന്നോ ഫോറെന്നോ കിടക്കും. പലർക്കും ഡൗട്ട് ഇവിടെ ലാസ്റ്റ് എന്ന് കിടപ്പുണ്ട്, ലാസ്റ്റ് 2 വീക്സ്. അപ്പോൾ ലാസ്റ്റ് എന്ന് വന്നാൽ സാധാരണഗതിയിൽ സിമ്പിൾ പാസ്റ്റ് അല്ലേ എന്ന് ഡൗട്ടുണ്ട്. അങ്ങനെ ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കുക. ലാസ്റ്റ് എന്ന് കിടപ്പുണ്ടെങ്കിലും അതിന് തൊട്ട് മുൻപ് സിൻസോ ഫോറോ കിടപ്പുണ്ടെങ്കിൽ, അതിന് തൊട്ട് മുൻപ് സിൻസോ ഫോറോ കിടപ്പുണ്ടെങ്കിൽ അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ലാസ്റ്റിനല്ല. ക്ലിയർ? അപ്പോൾ ലാസ്റ്റ് എന്ന് കിടപ്പുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപ് സിൻസോ ഫോറോ കിടപ്പുണ്ടെങ്കിൽ പ്രാധാന്യം അതിന് തന്നെ കൊടുക്കണം. അങ്ങനെ സിൻസോ ഫോറോ ഡാഷ് കഴിഞ്ഞ് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആയിരിക്കണം ആൻസർ. പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഐ ആം റീഡിങ് എന്നാണ് കിടക്കുന്നത്, തെറ്റ്. വാസ് റീഡിങ്, തെറ്റ്. റെഡ് ദ നോവൽ, തെറ്റ്. ഹാവ് ബീൻ റീഡിങ് ദ നോവൽ, ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇവിടെ ഐ വന്നുകൊണ്ട് ഹാവ് വന്നു. ഇനി ഷീ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹീ ആയിരുന്നെങ്കിൽ ഹീ ഹാസ് ബീൻ റീഡിങ് ദ നോവൽ അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ റീഡിങ് ദ നോവൽ ഫോർ ദി ലാസ്റ്റ് 2 വീക്സ് എന്നായാലും. ഐ, വി, യു ഒക്കെ ആണെങ്കിൽ പ്ലൂറൽ എഴുതുക, ഹാവ് ബീൻ റീഡിങ് എഴുതുക. അപ്പോൾ സിൻസിനും ഫോറിനും ശേഷം അല്ലെങ്കിൽ ഡാഷ് കഴിഞ്ഞ് സിൻസോ ഫോറോ വന്നു കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9, ഹാർട്ട്ലി ഹാഡ് എ റീച്ച്ഡ് ഹോം ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. ശ്രദ്ധിക്കുക, ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വെൻ, ദാൻ, സൂൺ, ദെൻ എന്നാണ്. വെൻ, ദാൻ, സൂൺ, ദെൻ, അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി. ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി ആരംഭിക്കുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും വെൻ ആണ്. കാണാൻ പഠിച്ചേക്കുക. ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലിക്ക് ശേഷം വെൻ ഉപയോഗിക്കുക. എന്നാൽ നോ സൂണറിന് ശേഷം ദാൻ ഉപയോഗിക്കുക.
പലതവണ PSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലിക്ക് ശേഷം എപ്പോഴും വെൻ ഉപയോഗിക്കുക, നോ സൂണറിന് ശേഷം എപ്പോഴും ദാൻ ഉപയോഗിക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ഹാർട്ട്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി എന്ന് കിടക്കുന്നുണ്ട്, ഇവിടെ ഹാർട്ട്ലി എന്ന് കിടക്കുന്നുണ്ട്. ആൻസർ വെൻ ആണ്. എന്നാൽ നോ സൂണർ ഡിഡ് ഐ ഗോ ദെയർ എന്നൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ ദാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഹാർട്ട്ലി സ്കേഴ്സ്ലിക്ക് ശേഷം വെൻ, നോ സൂണറിന് ശേഷം ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് ഔട്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. 4 വാക്കുകൾ വന്നിട്ടുണ്ട്. പ്രീവിയസ് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പോണ്ടിഫ്, ഇൻകാർസറേഷൻ, മ്യൂസിയം, ട്രൂലി. ഒന്നുകൂടി, പോണ്ടിഫ്, ഇൻകാർസറേഷൻ, മ്യൂസിയം, ട്രൂലി. 4 വാക്കുകളാണ്. എല്ലാം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്. മ്യൂസിയം നമുക്ക് കണ്ടാൽ അത് ശരിയാണെന്ന്, കുഴപ്പമൊന്നുമില്ല, അത് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ തെറ്റായിട്ടുള്ള വാക്ക് എന്ന് വെച്ചാൽ ട്രൂലി എന്ന വാക്കിലാണ് ഇവിടെ മിസ്റ്റേക്ക്. ഓർത്ത് വെച്ച് പഠിക്കാൻ. ട്രൂ എന്ന് എഴുതിയിട്ടല്ല LY കൊടുക്കേണ്ടത്, TRULY. ഇതാണ് ട്രൂലിയുടെ സ്പെല്ലിംഗ്. ക്ലിയർ? അപ്പോൾ TRULY ആണ് ട്രൂലിയുടെ സ്പെല്ലിംഗ്. ബാക്കി വാക്കുകൾ പഠിക്കാം. മ്യൂസിയം നിങ്ങൾക്കറിയാം, MUSCUM ആണ് മ്യൂസിയം. പോണ്ടിഫ്, PONTIFF. പോണ്ടിഫ് എന്ന് വെച്ചാൽ സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു പോപ്പ്. ഇപ്പോൾ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പോപ്പിനെയാണ് പോണ്ടിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോണ്ടിഫ് സ്പെല്ലിംഗ് PONTIFF. ദെൻ ഇൻകാർസറേഷൻ സ്പെല്ലിംഗ് കറക്റ്റാണ്, കാണാൻ വിളിച്ചേക്കുക. CARCER അങ്ങനെ ഓർത്താൽ മതി. CARCER അവിടെ മാത്രമാണ് മിസ്റ്റേക്ക് ഇട്ട് തരാൻ ചാൻസ്. അപ്പോൾ CARCER കാർസറേഷൻ അങ്ങനെ പഠിക്കുക. ഇൻകാർസറേഷൻ എന്ന് വെച്ചാൽ ഇംപ്രിസൺമെൻറ്റ് എന്നാണ് അർത്ഥം, തടവിലാക്കപ്പെടുക എന്നാണ് അർത്ഥം. അപ്പോൾ പോണ്ടിഫ്, ഇൻകാർസറേഷൻ, മ്യൂസിയം, 3 സ്പെല്ലിംഗ് ശരി തന്നെയാണ്. ട്രൂലിയുടെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. TRUE ഇല്ല, TRULY എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസായിട്ട് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.